السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാബിയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ആ ഒരു മരത്തിൽ നിന്ന് ആ ഒരു ഫലം കഴിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിലക്കിയ ആ ഒരു ഭക്ഷണം കഴിച്ചതിൽ നിന്ന്, ആ ഫലം കഴിച്ചത് കാരണം അവരുടെ ആ ഒരു നഗ്നത അവറത്ത് വെളിവാവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് അവരോട്, ഞാൻ വിലക്കിയ ആ ഒരു ഭക്ഷണം നിങ്ങൾ കഴിച്ചത് എന്തിനാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ അവര് തൗബ ചെയ്ത് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് താഹയിലായിരുന്നു ആ ദുആ ഉണ്ടായിരുന്നത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അപ്പൊ ആ ഒരു തൗബയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്തുൽ ബഖറയാണ്. തലഖാ ആദം മിർ റബ്ബിഹി കലിമാത്ത്. അതായത് ആദം നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിനോട് ചെയ്ത ദുആ ആണ്. അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഖുർആനിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫതാബ അലൈഹി, ആ ദുആ എന്ത് ചെയ്തു? അല്ലാഹു സ്വീകരിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിയെയും ഹവ്വാബിയുടെ ആ ദുആ, ആ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്ന് സൂറത്തുൽ ബഖറയിൽ ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അപ്പൊ ആ ഒരു ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാ? ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അപ്പൊ അള്ളാഹു അടിമയോട് ഏറ്റവും കരുണയുള്ളവരാണ്. കാരണം എന്താ? അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുവാ സൃഷ്ടിച്ച അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി ഇസ്ലാമിനോടും ഹവ്വാബിയോടും പറഞ്ഞത് എന്താണ്? അള്ളാഹു മുന്നറിയിപ്പ് നൽകി. എന്തിനെ പറ്റി? ഇബ്ലീസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഇബ്ലീസ് ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. ഇബ്ലീസ് ശത്രുവാണെന്ന്, നിങ്ങളുടെ എക്കാലത്തെയും ശത്രുവാണെന്ന് പറഞ്ഞു കൊടുത്തു. അവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആദം നബി ഇസ്ലാം ഹവ്വാബി ആ തെറ്റ് ചെയ്തു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ ദേഷ്യം തീർക്കുകയല്ലായിരുന്നു. തെറ്റ് ചെയ്ത് എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞേ? പിന്നെയും ഉണർത്തി, ഞാൻ പറഞ്ഞതല്ലേ പിശാചിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ ശത്രുവാണ് എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മരത്തിന്റെ അടുക്കലേക്ക് അടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പിന്നെയും താക്കീത് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ആ ദുആ ചെയ്യിപ്പിച്ചു അള്ളാഹ്. എന്നിട്ട് തൗബ സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്, ആ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ആയത്ത് അവസാനിക്കുന്നത് ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അപ്പൊ അതിനറിയോ, നമ്മളോടാണ് പറയുന്നത്. അതായത് അടിമകളെ, എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹിന്റെ റഹ്മത്തിനെ നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. കാരണം എന്ത് സംഭവിച്ചാലും അള്ളാഹുലേക്ക് നമ്മൾ തിരിയണം. അള്ളാഹു സ്വീകരിക്കും. അപ്പൊ നമ്മളെ പോലെ, മനുഷ്യരെ പോലെ അല്ല. എന്താ, നമ്മൾ എന്തെങ്കിലും ചെയ്ത് പറയും, കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നല്ലേ എന്നിട്ട് നീ പോയില്ലേ എന്നൊരു സ്വഭാവമായിരിക്കും മനുഷ്യൻ കാണിക്കുക, പ്രതികരിക്കുക. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല എന്നാണ് ഈ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അള്ളാഹുലേക്ക് തിരിയുക. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ അടിമയ്ക്ക് അള്ളാഹു എന്നും മതിയായവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ ഒരു ഭാഗത്തോടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സുമ്മ ജതബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദ. അപ്പൊ തൗബ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും ഹവ്വയെയും സ്വീകരിച്ചു. എന്നിട്ട് നബിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്ന് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫതാബ അലൈഹി, അവരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു. വഹദ, അപ്പൊ രണ്ടാൾക്കാരെയും അല്ലാഹു ഹിദായത്തിലാക്കുകയും ചെയ്തു. അതായത് ആ തെറ്റ് കഴിഞ്ഞു എടുത്തു പറയുന്നത് എന്തിനാണ്? നമുക്ക് മുന്നറിയിപ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതേ ഉള്ളൂ. അള്ളാഹ് എന്ത് ചെയ്തു? ആ തെറ്റ് മാപ്പാക്കി കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം ആരംഭിക്കുകയാണ്. എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഖാല തആല ഖാല ഇഹ്ബിതാ മിൻഹാ ജമീഅ. ഇതാ രണ്ടാൾക്കാരോടും
രണ്ടാളും ഭൂമിയിലേക്ക് പോവുക എന്നുള്ള അള്ളാഹു പറയുകയാണ്. അത് പരീക്ഷണം തുടങ്ങുകയാണ് ജീവിതത്തിൽ. അപ്പൊ രണ്ട് കൂട്ടരും ഭൂമിയിലേക്ക് പോയിക്കോ. ബഅദുകും ലിബഅദിൻ അദു. ആരൊക്കെയാണ് ആ രണ്ട് കൂട്ടർ? ആദമും മക്കളും, അതുപോലെ തന്നെ ഇബ്ലീസും കൂട്ടരും. അപ്പൊ രണ്ടാൾക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്തിന്? ഇനി അങ്ങോട്ട് പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. ഖാല ഇഹ്ബിതാ മിൻഹാ ജമീഅ. ഇതാ രണ്ടാൾക്കാരും ഭൂമിയിലേക്ക് പോയിക്കോളും. ബഅദുകും ലിബഅദിൻ അദു. അപ്പോഴും ആദം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ബഅദുകും ലിബഅദിൻ അദു. നിങ്ങളുടെ ശത്രുവാണ് പിശാചും അവന്റെ കൂട്ടരും. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഭൂമിയിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്റെ ഹുദ നിങ്ങളിലേക്ക് വരും. അതായത് എന്റെ പ്രവാചകന്മാർ നിങ്ങളുടെ അടുക്കലേക്ക് വരും. നമുക്കുള്ള ഒരു സന്ദേശമാണ്. അപ്പൊ എന്റെ പ്രവാചകന്മാർ വരും, മുസ്തലീങ്ങൾ വരും. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് കിതാബുകളും നിങ്ങളുടെ അടുക്കലേക്ക് വരും. അതാണ് ഹുദ എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഹുദായ. അപ്പൊ എന്റെ ആ ഹുദയെ ആരാണോ പിൻപറ്റുന്നത്, അപ്പൊ ഹുദ എന്ന് ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാർ, മുസ്തലീങ്ങൾ, കിതാബുകൾ, അതിനെ ആരാണോ പിൻപറ്റുന്നത് ഫലാ യദല്ലു. ഇപ്പൊ ദുനിയാവിൽ അവൻ വഴി തെറ്റി പോവുകയില്ല. വലാ യഷ്ഖ. ആഖിറത്തിൽ പരാജയപ്പെടുകയുമില്ല. അപ്പൊ വളരെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ആ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അപ്പൊ ആദം നബി ഇസ്ലാമിന്റെ ആ സൃഷ്ടിപ്പിലൂടെ ആഖിറത്തിൽ നിന്നും ദുനിയാവിലേക്ക്, ഭൂമിയിലേക്ക് അയച്ചതിന്റെ ആ ഹിക്മത്ത് അല്ലാഹു തആല ഇവിടെ പറയുകയാണ്. അപ്പൊ ആദമിനെയും മക്കളെയും അതുപോലെ തന്നെ ആ ഇബ്ലീസിന്റെയും കൂട്ടരെയും ഭൂമിയിലേക്ക് അയച്ച് രണ്ടാൾക്കാരും ശത്രുക്കളാണ്, സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇനി എന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രവാചകന്മാരും കിതാബുകളും മുർസലീങ്ങളും വരും. ആരാണോ അവരെ പിൻപറ്റുന്നത് ഫലാ യദല്ലു വലാ യഷ്ഖ. ദുനിയാവിൽ അവൻ വഴിപിഴക്കുകയില്ല, ആഖിറത്തിൽ അവൻ പരാജയപ്പെടുകയുമില്ലെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യം ആദം നബി ഇസ്ലാമിയുടെ ചരിത്രത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ പിതാവ് ആദം നബി ഇസ്ലാമിനെ സൃഷ്ടിച്ചതും അള്ളാഹ് പരീക്ഷിച്ചതും അതുപോലെ തന്നെ പിശാചിന്റെ പ്രേരണയിൽ പരാജയപ്പെടുന്നതും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കി കൊടുക്കുകയും അള്ളാഹു സ്വീകരിക്കുന്നതും ആ തൗബ സ്വീകരിക്കുന്നതും പിന്നെ പരീക്ഷണത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയക്കുന്നതും ഇതെല്ലാം ആ ചരിത്രത്തിൽ ഉൾക്കൊള്ളുകയാണ്. അപ്പൊ അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ചരിത്രം. ഒരു ഭാഗത്ത് ഖുർആനും ഹദീസും ഉണ്ടാകും, ഹക്കിന്റെ ഭാഗം ഉണ്ടാകും. അതുപോലെ തന്നെ മറുഭാഗത്ത് എന്തുണ്ടാകും? പിശാചും അവന്റെ ആ ദുർമന്ത്രവാദങ്ങളും ഉണ്ടാകും. ആരാണോ ഹുദായ, ആ ഖുർആനെയും ഹദീസിനെയും പിൻപറ്റിയിട്ട് അതിന്റെ മാർഗത്തിൽ പോകുന്നത്, ഭൂമിയിൽ ആ രീതി ജീവിക്കുന്നത്, ഫലാ യദല്ലു വലാ യഷ്ഖ. അപ്പൊ അവരെവിടെ പോയാലും ആഖിറത്തിലും നഷ്ടം, ദുനിയാവിലും നഷ്ടം ഉണ്ടാവുകയില്ല അവർക്ക്. അപ്പൊ ആ ഒരു ചരിത്രം അങ്ങനെ അവരെ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചു. അപ്പൊ ഭൂമിയിലേക്ക് വന്ന സന്ദർഭത്തിൽ ചില അസറുകൾ നമുക്ക് കാണാൻ സാധിക്കും, റിവായത്തുകൾ കാണാൻ സാധിക്കുന്നത് ആദം നബി ഇസ്ലാം ഇന്ത്യ പോലത്തെ ഏതോ പ്രദേശത്ത് എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയോ ശ്രീലങ്കയോ പോലത്തെ സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ ഹവ്വ ബീവി ജിദ്ദയിൽ, സൗദി അറേബ്യയിലെ ജിദ്ദ പ്രദേശത്താണ് എത്തിച്ചേർന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സ്വഹീഹ ഹദീസോ ഖുർആൻ വാക്യങ്ങളോ ഒന്നും നമുക്കില്ല. ഇതേ രൂപത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഒരു റിവായത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു ഭൂമിയിൽ എത്തിയതിനു ശേഷമുള്ള അവരുടെ ആ ഒരു കണ്ടുമുട്ടലിനെ പറ്റിയും അടുത്ത ക്ലാസ് നമുക്ക് വിശദീകരിക്കാം. അതുപോലെ തന്നെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, നാളെ അസറിന് ശേഷം ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. റമദാൻ അവസാന പത്തിലേക്ക് എന്ന വിഷയത്തിൽ ഹബീബ് മദനി നാളെ അസറിന് ശേഷം ക്ലാസ് എടുക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും തന്നെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മളെല്ലാവരും നോമ്പെടുക്കുന്നു. നമ്മളെല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ നമ്മളെ ഇടയത്താഴമൊക്കെ കഴിച്ച് നോമ്പെടുക്കുന്നു. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിയ്യത്ത്. ഏതൊരു കർമ്മമാണെങ്കിലും ആ നിയ്യത്ത് പ്രകാരമായിരിക്കും അതിനുള്ള കൂലി ലഭിക്കുക. അപ്പൊ നിയ്യത്ത് കരുതാൻ എല്ലാവരും ഓർക്കണം, അതിൽ സൂക്ഷ്മത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ഒരു കൂടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.